ഈ നോവലിനെ ഷിറ്റി ഗ്രാൻഡർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു ജീർണിച്ച രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് മാർക്കസ് ഉപയോഗിച്ചിരിക്കുന്നത്. പേരിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഏത് പേരായാലും ഏത് പ്രദേശമായാലും സമഗ്രാധിപത്യത്തിൻ്റെ മുഖം ഒരുപോലെയാണ് എന്ന ആശയമായിരിക്കാം മാർക്കസ് ഇതിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത്. മാർക്കസ് നേരിട്ടറിഞ്ഞിട്ടുള്ള, നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, പറഞ്ഞു കേട്ടത് മാത്രമല്ല നേരിട്ടറിഞ്ഞിട്ടുള്ള ചരിത്രത്തിൻ്റെ ഈ ആഘാതങ്ങൾ ഒക്കെ ഭാവനാത്മകമായി അവതരിപ്പിക്കുകയാണ് ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക്. ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക്. ഈ നോവലിനെ ഷിറ്റി ഗ്രാൻഡർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ അശ്ലീലം, ഇതിലുള്ള വിസർജ്യത്തിൻ്റെ ബിംബങ്ങൾ, അങ്ങനെയൊരു വിശേഷണമാണ് ഈ നോവലിനെ നേടിക്കൊടുത്തത്. സ്കാറ്റോളജിക്കൽ ഇമേജറി എന്നൊക്കെ പറയുന്നാൽ എക്സ്ക്രിമെൻ്റൽ ഇമേജറി ഒക്കെയുള്ള ഒരു നോവലാണ്. പലപ്പോഴും ഈ നോവലിനെ ഒ വി വിജയൻ്റെ ധർമ്മപുരാണത്തോട് ഉപമിക്കാറുണ്ട്. പക്ഷേ ധർമ്മപുരാണത്തിൽ ഇതിൻ്റെ ഒരു ഓവർഡോസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, വിസർജ്യത്തിൻ്റെ. ആ വിസർജ്യത്തിൻ്റെ ബിംബങ്ങൾ, അശ്ലീലത്തിൻ്റെ ബിംബങ്ങൾ, രതിബിംബങ്ങൾ ഒക്കെ ഒരു ജീർണിച്ച രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് മാർക്കസ് ഉപയോഗിച്ചിരിക്കുന്നത്. സമഗ്രാധിപത്യത്തിനെതിരെയുള്ള വളരെ തുളച്ചു കയറുന്ന ആഴത്തിലുള്ള ആക്ഷേപഹാസ്യമായിട്ട് ഈ നോവലിനെ കാണാറുണ്ട്. വെറും ആക്ഷേപഹാസ്യമല്ല, എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നോവലായിട്ടാണ് ഓട്ടം ഓഫ് ദ പാട്രിയാർക്കിനെ കാണേണ്ടത്. ഓർവെലിന് ശേഷം എഴുതിയിട്ടുള്ള, 1984 ശേഷം എഴുതിയിട്ടുള്ള എണ്ണപ്പെട്ട രാഷ്ട്രീയ നോവലുകളുടെ കൂട്ടത്തിൽ ഓട്ടം ഓഫ് ദ പാട്രിയാർക്കിനെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. പേരെന്തെന്നറിഞ്ഞൂടാത്ത, പ്രത്യേകിച്ച് പേരൊന്നുമില്ലാത്ത ഒരു കരീബിയൻ ജനറൽ, അയാളെ ജനറൽ എന്നും പ്രസിഡൻ്റ് എന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അയാൾ ഏത് രാജ്യമെന്ന് പോലും പറയുന്നില്ല. ഒരു കരീബിയൻ രാജ്യം, ലാറ്റിൻ അമേരിക്കയിലെ ഒരു പ്രദേശം. അതുകൊണ്ട് മാർക്കസ് ഉദ്ദേശിക്കുന്നത് പേരിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഏത് പേരായാലും ഏത് പ്രദേശമായാലും സമഗ്രാധിപത്യത്തിൻ്റെ മുഖം ഒരുപോലെയാണ് എന്ന ആശയമായിരിക്കാം മാർക്കസ് ഇതിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത്. കൊളംബിയയിലെ പിനില, റോജസ് പിനില 1953-57 കാലഘട്ടത്തിൽ ഏകാധിപതിയായിരുന്നു. അദ്ദേഹം കൊളംബിയയുടെ സമഗ്രാധിപത്യത്തിൻ്റെ തീക്ഷ്ണഫലങ്ങൾ ജനങ്ങൾക്ക് സമ്മാനിച്ച വ്യക്തിയാണ്. ആ ചരിത്രത്തിൻ്റെ ഇടിമുഴക്കം, അതിൻ്റെ നടുക്കം ഒരുപക്ഷെ ഈ നോവലിൻ്റെ ഭാവഘടനയെ നിർവചിക്കുവാൻ, നിയന്ത്രിക്കുവാൻ മാർക്കസിനെ സഹായിച്ചിട്ടുണ്ടാവാം. മാർക്കസ് നേരിട്ടറിഞ്ഞിട്ടുള്ള, നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, പറഞ്ഞു കേട്ടത് മാത്രമല്ല നേരിട്ടറിഞ്ഞിട്ടുള്ള ചരിത്രത്തിൻ്റെ ഈ ആഘാതങ്ങൾ ഒക്കെ ഭാവനാത്മകമായി അവതരിപ്പിക്കുകയാണ് ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക്. ഹേമന്തകാലമാണ് പാട്രിയാർക്കിൻ്റെ, ഇല കൊഴിയുന്ന കാലമാണ്. വിൻ്റർ അകലെയല്ല, മരണം അകലെയല്ല. സ്വേച്ഛാധിപത്യം, സമഗ്രാധിപത്യം ഏറെക്കാലം ഉണ്ടാവില്ല. സമഗ്രാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴും അവസാനിക്കുമെന്ന് നിശ്ചയമില്ലാത്തൊരു ഗ്രഹണം പോലെയാണ് സമഗ്രാധിപത്യം എന്നാണ്. അതിൻ്റെ നിഴലുകൾ അഴിമതിയായും അപവാദമായും അശ്ലീലമായും ഒക്കെ എല്ലായിടവും വ്യാപിക്കും. അതുകൊണ്ടാണ് സമഗ്രാധിപത്യത്തെക്കുറിച്ചുള്ള നോവലുകളിൽ അഴിമതിയെക്കുറിച്ചും അശ്ലീലത്തെക്കുറിച്ചുള്ള ബിംബങ്ങൾ നാം കാണുന്നത്. അതില്ലാതെ, ആ ബിംബങ്ങളില്ലാതെ സമഗ്രാധിപത്യത്തെ നിർവചിക്കുവാൻ കഴിയില്ല. അത്ര അഭേദ്യമായ ബന്ധം തമ്മിലുണ്ട്. ഈ നോവലിലും നമുക്ക് അങ്ങനെയുള്ള
ബിംബങ്ങൾ, ലൈംഗിക വീഴ്ചയുടെ ഇമേജുകൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ നോവലിലെ പ്രസിഡൻ്റ്, പാട്രിയാർക്ക്, നോവൽ തുടങ്ങുമ്പോഴേ തൻ്റെ ഓഫീസിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. രണ്ട് ആഖ്യാനകാരന്മാർ ഒന്ന് പറയുന്നു പ്രസിഡൻ്റ് മരിച്ചു, പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പ്രസിഡൻ്റ് പണ്ടൊന്ന് മരിച്ചതാണ്. പണ്ട് മരിച്ചത് അയാളെപ്പോലുള്ള മറ്റൊരാളായിരുന്നു, അയാളുടെ ഡ്യൂപ്പായിരുന്നു, ഡബിൾ. അയാളെപ്പോലുള്ള മറ്റൊരാൾ ആ പ്രദേശത്തുണ്ടായിരുന്നു, ആൾമാറാട്ടം നടത്തുന്ന ഒരാൾ. അയാൾ മരിച്ചപ്പോൾ ആ ആളിനെ പ്രസിഡൻ്റ് സഹിച്ചത് അയാളെക്കൊണ്ട് ചില പ്രയോജനമുണ്ടായിരുന്നു. അനിവാര്യമായിട്ടുള്ള കൊലപാതകത്തെ ഒഴിവാക്കാൻ അയാൾ സഹായിച്ചു. ഇങ്ങനൊരാളുള്ളത് കൊണ്ട് പലപ്പോഴും പല പ്രതിസന്ധിയിലും പ്രസിഡൻ്റ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അയാളെ കൊല്ലാതിരുന്നത്. പിന്നെ അയാൾ മരിച്ചപ്പോൾ പ്രസിഡൻ്റ് മരിച്ചു എന്നുള്ള വാർത്ത പ്രചരിച്ചു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി പ്രസിഡൻ്റ്. ഈ മരണം ആഘോഷിച്ചവരുണ്ട്, മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചവരും കരഞ്ഞവരുമുണ്ട്. അവരെയൊക്കെ പ്രസിഡൻ്റ് മനസ്സിലാക്കാനുള്ള ഒരു അപൂർവ അവസരമായിരുന്നു. മരണത്തെ ആഘോഷിച്ചവരെയൊക്കെ എണ്ണി എണ്ണി അവരെ നശിപ്പിച്ചു, അവരെ ഇല്ലാതാക്കി. തൻ്റെ മരണത്തിൽ ഖേദിച്ചവരെ, വിലപിച്ചവരെ സമ്മാനങ്ങൾ കൊണ്ട് അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു. അതിനുശേഷമുള്ള അയാളുടെ ജീവിതം, ഈ ആദ്യത്തെ മരണത്തിന് ശേഷം, അല്ല ഡ്യൂപ്പ് മരിച്ചതിന് ശേഷമുള്ള അയാളുടെ ജീവിതം മുഴുവൻ ക്രൂരതയുടെയായിരുന്നു. അയാളുടെ ഇഷ്ടം അനുസരിച്ച് അയാൾ നിയമങ്ങൾ തിരുത്തി, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ ധ്വംസിച്ചു. അയാളുടെ ഒടുങ്ങാത്ത പകയ്ക്ക് പലരും വിധേയരായി. നിരവധി കൊലപാതകങ്ങൾ അയാൾ നടത്തി. അയാൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുമായി രമിച്ചു. അയാളുടെ 5000 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയും മാജിക് റിയലിസം കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഉള്ള ഈ ഭരണാധിപൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഒരിക്കലെത്തുന്നു, ഒരു നാടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. അവർക്ക് വിദ്യുച്ഛക്തിയും വെള്ളവും കിട്ടുന്നില്ല. അയാളൊക്കെ സശ്രദ്ധം കേട്ടിട്ട് പിന്നെ പെണ്ണിൻ്റെ പിന്നാലെയായിരുന്നു അയാളുടെ യാത്രയൊക്കെ. അവൾക്ക് വേണ്ടി അയാൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവസാനം നോവലിൽ പറയുന്നത് ഒരു ഗ്രഹണത്തിലാണ്, ഒരു എക്ലിപ്സിൽ അവൾ പെട്ടെന്ന് അപ്രത്യക്ഷയായി. അല്ലെങ്കിൽ അവൾക്ക് ഇയാളിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്ന്. അയാളുടെ പലതരത്തിലുള്ള രതി വൈകൃതത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നോവലിലുണ്ട്. അയാൾക്ക് ദുർഗന്ധം അനുഭവിച്ചുകൊണ്ട് രതിക്രീഡ നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അയാളുടെ വൈകൃതം ഈ ജീർണിച്ച രാഷ്ട്രീയത്തിൻ്റെ രൂപകമായിട്ടാണ് നോവലിൽ കടന്നു വരുന്നത്. ഒരിക്കൽ അയാളുടെ അമ്മ മരിച്ചു കഴിയുമ്പോഴേ അമ്മയുടെ ശവശരീരമായിട്ടുള്ള ശവമഞ്ചം നാടി ചുറ്റുന്നു. ആ മൃതശരീരം ജീർണിക്കുന്നില്ല, ചീഞ്ഞളിയുന്നില്ല. അതിന് രഹസ്യമായിട്ട് അദ്ദേഹം എംബാമിങ് നടത്തിയിട്ടുണ്ട്. അതാരും അറിയുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതറിയാവൂ. ഏതോ അത്ഭുതങ്ങളുള്ള ദിവ്യശക്തിയുള്ള വ്യക്തിയാണ് തൻ്റെ മാതാവെന്നുള്ള ഒരു ധാരണയുണ്ടാക്കാൻ വേണ്ടിയാണ് ദിവസങ്ങളോളം ഈ ശവമഞ്ചം അദ്ദേഹം നഗരത്തിലൂടെ കൊണ്ടുപോയത്. എന്നിട്ട് ആവശ്യപ്പെട്ടു, കത്തോലിക്ക സഭയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, അമ്മയെ വിശുദ്ധിയാക്കണം, പുണ്യാളത്തിയാക്കണം എന്ന്. കത്തോലിക്ക സഭ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ അമ്മ പരമദരിദ്രയായിട്ടുള്ള ഒരു വേശ്യയായിരുന്നുവെന്നും ഈ പറഞ്ഞ വിശുദ്ധിയാക്കാനുള്ള യാതൊരു യോഗ്യതയില്ലാത്ത സ്ത്രീയാണ് എന്നും ഇത് മുഴുവൻ കാപട്യമാണെന്നും സഭയ്ക്ക് മനസ്സിലായി. ഇതിലരിശം കൊണ്ട അയാൾ അവിടെ സഭയുടെ ഒരു ബാക്കിയൊന്നും വെച്ചേക്കാതെ, അതിൻ്റെ ഒരു അടയാളം പോലും വയ്ക്കാതെ എല്ലാവരെയും നാട് കടത്തി. ഒരു കന്യാസ്ത്രീയെ ഒഴികെ. ആ കന്യാസ്ത്രീ ഇയാളുടെ പീഡനത്തിന് വിധേയനാക്കുന്നു. അതിലൊരു ആൺകുട്ടി ഉണ്ടാവുന്നു.
നോവലിൽ പറയുന്നത് ആ കന്യാസ്ത്രീയെ മാത്രമേ അയാൾ വിവാഹം ചെയ്തിട്ടുള്ളൂ, അല്ലാതുള്ള 5000 കുട്ടികൾക്ക് ആരെയും വിവാഹം ഉണ്ടായിട്ടുള്ള കുട്ടികളല്ല, അവിഹിത ബന്ധത്തിലുള്ളതാണ്. അവസാനം ഈ കന്യാസ്ത്രീയെയും മകനെയും തെരുവിൽ പട്ടി കടിച്ച് കീറി കൊല്ലുകയാണ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി. അത് മനസ്സിലാക്കിയ പ്രസിഡൻറ്റ് അവർക്കെതിരെ വലിയൊരു പൈശാചികമായ ആക്രമണം നടത്തി ഒരു വാടക കൊലയാളിയെ നിയോഗിച്ച് ഒട്ടേറെ ജനങ്ങളെ കൊല്ലുന്നു. അവിടെ അസാധാരണമായ ഒരു സംഭവം ഉണ്ടാകുന്നു. ഒരു വലിയ ചുഴലിക്കാറ്റിൽ, കൊടുങ്കാറ്റിൽ രാജ്യത്തിന് വലിയ നാശങ്ങൾ ഉണ്ടാകുന്നു. നാശമുണ്ടായിട്ടും വിദേശ ശക്തികളുടെ സഹായത്തോടുകൂടി ആ നഗരത്തെ പുനർനിർമ്മിക്കുകയാണ് പ്രസിഡൻറ്റ്. അത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സമഗ്രാധിപത്യത്തിൻ്റെ എല്ലാ നേതൃത്വവും ചെയ്യുന്നത് പോലെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഒരു ഭാഗ്യക്കുറി നടത്തുന്നു. ഈ ഭാഗ്യക്കുറിയും എപ്പോഴും ജയിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അതിൽ അഴിമതി ഉണ്ടായിരുന്നു. ആ കുറി എടുത്തു കൊടുക്കുന്ന കുട്ടികൾ നേരത്തെ പറഞ്ഞ് വെച്ചിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പ്രത്യേക ബില്യാർഡ് ബോൾ, നമ്പറിട്ടിട്ടുള്ള ബില്യാർഡിൻ്റെ ബോളുകളുണ്ട്. ആ ബില്യാർഡ് ബോൾ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പനുസരിച്ച് ഏറ്റവും തണുപ്പുള്ളതായിരിക്കും ആവശ്യമുള്ള ബോൾ, ആവശ്യമുള്ള കുറി അതാണ്. അങ്ങനെ ഒരു അഴിമതിയിലൂടെ എപ്പോഴും വിജയിക്കുന്നത് പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു. 2000 കുട്ടികൾ ആ രീതിയിൽ വന്നപ്പോഴേ രഹസ്യം പുറത്തറിയാൻ വേണ്ടി അവരെയൊക്കെ നിലവറകളിൽ പൂട്ടിയിട്ടു. വീണ്ടും കുട്ടികൾ വരുന്നുണ്ട്, അവരെ ഇടാൻ സ്ഥലമില്ല. അപ്പോൾ പ്രസിഡന്റ് ചെയ്തത് ഈ 2000 കുട്ടികളെയും കടലിൽ താത്തു. ഇതിന് പ്രക്ഷോഭമുണ്ടായി അവിടെ. അവസാനം വാർദ്ധക്യത്തിലെത്തുന്ന അയാൾക്ക് 200 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്നാണ് പറയുന്നത്. അവസാനം അയാളുടെ ശക്തി ക്ഷയിക്കുന്നു. അയാൾ ഒന്നുമില്ലാതെ മാറുന്നു, കരുത്ത് നഷ്ടപ്പെട്ട ആളായിട്ട് മാറുന്നു. ഇതാണ് നോവലിൻ്റെ പ്രമേയം. ഇതാണ്. വലിയ കയ്യടക്കത്തോടുകൂടി ഈ വിഷയത്തെ മാർക്കസ് സമീപിച്ചിരിക്കുന്നു. എല്ലാ കാലവും സമഗ്രാധിപത്യം സമൂഹത്തോട് ചെയ്യുന്ന, ജനതയോട് ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ചുള്ള ഒരു വലിയ ആഖ്യാനമാണ്. 2016 നെയ്ബർഹുഡ് എന്ന ഒരു നോവൽ വർഗാസ് യോസ എഴുതിയിട്ടുണ്ട്. നെയ്ബർഹുഡ്. ഫുജിമോറി 1990കളിൽ പെറുവിൽ ഏകാധിപതിയായിരുന്ന ഫുജിമോറി എന്ന ഏകാധിപതിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അയാളുടെ ജീവിതം ഈ നോവലിലൂടെ വ്യാഖ്യാനിക്കുകയായിരുന്നു വർഗാസ് യോസ. നെയ്ബർഹുഡ് എന്ന നോവലിൽ. അപ്പം അങ്ങനെ എല്ലാ കാലവും സമഗ്രാധിപത്യത്തെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിട്ട് സ്വന്തം സംസ്കാരത്തെ, സ്വന്തം സ്വത്വത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിട്ട് സമഗ്രാധിപത്യത്തിന് മുമ്പുണ്ടായിരുന്ന സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതിന്, ആ സാംസ്കാരിക തനിമയെ നിലനിർത്തുന്നതിന് സാഹിത്യരചനകളിലൂടെ എഴുത്തുകാർ ശ്രമിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതുതന്നെയാണ് ഇവിടെ മാർക്കേസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവൃത്തിയാണ് ഈ രചനയിലൂടെ നടത്തുന്നത്. ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളെ സംസ്കാരത്തെ വീണ്ടെടുക്കുവാനും അത് നശിപ്പിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധത്തിനും വേണ്ടി നോവലെഴുത്തിനെ സമീപിച്ച ആളാണ്.